Hello, welcome to the third and final part of the analysis of the poem When I Was Growing Up by Chinese American author Nellie Wong. So, in this video, we will look at the final 4 stanzas of the poem. So, next stanza. When I was growing up, people would ask if I were Filipino, Polynesian, Portuguese. They named all colors except white, the shell of my soul, but not my rough, dark skin. So, in the previous stanzas, we had talked about the situation of a young Chinese American girl, just like Nellie Wong, who was growing up in America, and the identity crisis that she faced because she was growing up as a Chinese girl in America. അപ്പോൾ ചൈനക്കാരായ പേരൻസിന് ജനിച്ച കുട്ടിയാണ്, പക്ഷെ അമേരിക്കയിലാണ് വളരുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ മുമ്പത്തെ സ്റ്റാൻസേഴ്സിൽ പറഞ്ഞു, ആ കുട്ടിക്ക് എല്ലാവരും വെള്ളക്കാർക്കാണ് സൗന്ദര്യം, അല്ലെങ്കിൽ വെള്ളക്കാരുടെ കൾച്ചറാണ് നല്ലത് എന്ന് പല രീതിയിലും പറഞ്ഞ് അത് കേട്ട് അത് സ്വയം വിശ്വസിച്ച് വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഷീ ടു വാണ്ടഡ് ടു ബി വൈറ്റ്. വെൻ ഷി വാസ് ഗ്രോയിങ് അപ്പ് ഷീ വാണ്ടഡ് ടു ബി വൈറ്റ്. വളർന്നു വരുന്ന സമയത്ത് എനിക്കും വെള്ളക്കാരെ പോലെ ആവണം എന്നാണ് ആഗ്രഹിച്ചത്. ആൻഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഓൾസോ മെൻഷൻ ദാറ്റ് ഷീ സ്റ്റാർട്ടഡ് ഫീലിംഗ് അഷെയിംഡ് ഓഫ് മെൻ ഫ്രം ഹെർ ഓൺ കമ്മ്യൂണിറ്റി. സ്വന്തം കമ്മ്യൂണിറ്റിയായ ചൈനീസ് വംശജരായ ആളുകളെ കാണുമ്പോൾ അവൾക്ക് വളരെ നാണക്കേടൊക്കെ തോന്നി. വെള്ളക്കാർ പറയുന്നത് പോലെ അത് വിശ്വസിച്ച് എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് തീരെ കൾച്ചറില്ല എന്ന് അവൾ വിശ്വസിക്കാൻ തുടങ്ങി. പകരം വെള്ളക്കാരായ പെൺകുട്ടികളെ കാണുമ്പോൾ ദേ ആർ ദ ലക്കി ഗേൾസ്, എനിക്ക് അവരെ പോലെ ആവണം, എനിക്ക് അവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുന്നു. വെള്ളക്കാരായ ചെറുപ്പക്കാർ അവളെ ഇഷ്ടപ്പെടുന്നതാണ് അവൾക്ക് താല്പര്യം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി വെൻ ഷി വാസ് ഗ്രോയിങ് അപ്പ്, again another problem that she faced was that people would keep asking her about her race, about her ethnicity. അവളുടെ വംശം ഏതാണ്, അവൾ ഏത് നാട്ടിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾ അവളോട് ചോദിക്കും. ആൻഡ് ഈവൻ ദോ ഷി വാസ് ചൈനീസ്, people kept thinking that she was from some other Asian country or some other country. ചൈനക്കാരിയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നീ ചൈനയിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇപ്പം മാക്സിമം പോയാൽ നീ ജപ്പാനിൽ നിന്നാണോ കൊറിയയിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം അവർ വേറെ പല കാര്യങ്ങളും ചോദിച്ചു. they would ask, people would keep asking me if I were ഫിലിപ്പീനോ എന്ന് പറഞ്ഞാൽ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന ആ രാജ്യത്തെ ആൾക്കാരെയാണ് ഫിലിപ്പീനോ എന്ന് പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫിലിപ്പീൻസ് എന്ന് എഴുതുമ്പോൾ നമ്മൾ PH വെച്ചിട്ടാണ് എഴുതുക. ആ രാജ്യത്തിൻ്റെ പേര് എഴുതുമ്പോൾ ഫിലിപ്പീൻസ് PHILIPPINES ഫിലിപ്പീൻസ് എന്നാണ് എഴുതുക. PH എന്നാണ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ ആ നാട്ടിലെ ആളുകളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് പോലെ ഫിലിപ്പീൻസ്കാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഫിലിപ്പീനോ എന്നാണ് പറയുക. അത് F വെച്ചിട്ടാണ്. So that is something to pay attention to. So if I were Filipino, നീ ഫിലിപ്പീനോ ആണോ എന്ന് ചോദിക്കുന്നു. അടുത്തത് Polynesian means somebody coming from the region called Polynesia. And Polynesia refers to a group of islands in the Pacific Ocean. Pacific Oceanലുള്ള ഒരുപാട് ഐലൻഡ്സ് ഒക്കെ ചേർന്ന് ഹവായി, സമോവ, അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അവിടുത്തെ ആ ഒരു എൻറ്റയർ റീജിയനെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് പോളിനേഷ്യ എന്ന്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ആർ യു പോളിനേഷ്യൻ എന്ന് ചിലർ ചോദിക്കും. ദെൻ ദേ വുഡ് ആസ്ക് ഇഫ് ഐ ആം പോർച്ചുഗീസ്, somebody coming from Portugal. Now Portugal is a part of Europe. All these are different countries. And what we understand is that white people would ask എന്ന് പറയുമ്പോൾ അധികവും അവർ വൈറ്റ് പീപ്പിൾ ആയിരിക്കും. അവർക്ക് മറ്റ് റേസസിനെ എല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കും. സോ വൈറ്റ് പീപ്പിൾ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് അതർ റേഷ്യൽ എത്നിസിറ്റീസ്. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നീ ചൈനീസ് ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നീ ഏഷ്യൻ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം ആർ യു ഫിലിപ്പീനോ, പോളിനീഷ്യൻ, പോർച്ചുഗീസ് എന്നൊക്കെ ആൾക്കാർ മാറി മാറി ചോദിക്കുന്നുണ്ട് എന്നെ. They named all colors except white. സോ ഇങ്ങനെ എല്ലാ കളേഴ്സും അവർ പറയും. നീ ബ്രൗൺ ആണോ, നീ യെല്ലോ ആണോ, ആ രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ആർ യു ബ്ലാക്ക്, ആർ യു റെഡ്, ആർ യു ബ്രൗൺ, ആർ യു യെല്ലോ. But they never asked whether I am white.
നീ വൈറ്റ് ആണോ എന്ന് മാത്രം അവർ ചോദിക്കില്ല. എന്തുകൊണ്ടാണ്? ദ ഷെൽ ഓഫ് മൈ സോൾ ബട്ട് നോട്ട് മൈ റഫ് ഡാർക്ക് സ്കിൻ. സോ ഷീ സേയിങ് ദാറ്റ് the shell of my soul, the color of my soul is actually white, but my skin is rough and dark. And all these people only see my rough, dark skin. They do not see the white color of my soul. എൻ്റെ അകത്ത് എൻ്റെ സോൾ എന്ന് പറയുന്നത് വെളുത്തിട്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് വളരെ പ്യുവറാണ്, നിർമ്മലമാണ്, അതിന് കളങ്കങ്ങളൊന്നും ഇല്ലാത്തതാണ് എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഇന്നസെൻ്റായ പ്യുവറായ സോൾ ആരും കാണുന്നില്ല. എല്ലാവരും ആ റഫ് ഡാർക്ക് സ്കിൻ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് when I was growing up, people would ask if I were Filipino, Polynesian, Portuguese. They named all colors except white, the shell of my soul, but not my rough dark skin. Next stanza. When I was growing up, I felt dirty. I thought that God made white people clean, and no matter how much I bathed, I could not change. I could not shed my skin in the grey water. അടുത്തത് ആ വൈറ്റ്നെസ് ആൻഡ് ഡാർക്ക്നെസ് എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി പറയാണ്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ ഫെൽറ്റ് ഡേർട്ടി. സോ വെൻ ഷീ വാസ് എ ചൈൽഡ്, ബിക്കോസ് എവറിബഡി കെപ്റ്റ് സേയിങ് ദാറ്റ് ഓൺലി വൈറ്റ് പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ, ഓൺലി വൈറ്റ് പീപ്പിൾ ആർ ഗുഡ്, ഷീ സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് ഡാർക്ക് സ്കിൻ മീൻസ് ദാറ്റ് ഷീ ഈസ് ഡേർട്ടി. ശരീരം കറുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ അതെന്തോ കുളിക്കാത്തത് കൊണ്ടോ എന്തോ മേല് വൃത്തികേട് എന്തോ ഉള്ളതാണെന്ന് അവൾ വിചാരിച്ചു തുടങ്ങി. സോ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ ഫെൽ ഡേർട്ടി. എൻ്റെ ശരീരം എന്തോ വൃത്തികേടാണ്, ഡേർട്ടി ആണെന്ന് അവൾക്ക് തോന്നി. ഐ തോട്ട് ദാറ്റ് ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ. അപ്പോൾ അവൾ കുട്ടിയായിരിക്കുമ്പോൾ വിചാരിക്കുന്നതാണ് ദൈവം വെള്ളക്കാരെ ക്ലീൻ ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, കറുത്ത വർഗ്ഗക്കാരെ അല്ലെങ്കിൽ ഏഷ്യൻസിനെ അല്ലെങ്കിൽ മറ്റ് കളേർഡ് ആയിട്ടുള്ള ആളുകളെ എന്തോ അത്ര ക്ലീൻ അല്ല, അവരെ ദൈവം സൃഷ്ടിച്ച് തന്നെ അത്ര വൃത്തിയില്ലാതെയാണ് എന്നവൾ വിശ്വസിച്ചു. ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ ബേത്ഡ് ഐ കുഡ് നോട്ട് ചേഞ്ച്. അപ്പോൾ നമ്മൾ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളൊന്ന് മേലുള്ള ചെളിയൊക്കെ നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ അത് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഇവൾ വിചാരിച്ചു കുളിച്ച് കഴിഞ്ഞാൽ, നല്ലോണം കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഡാർക്ക് കളറെല്ലാം പോയി ഞാൻ വെളുത്തിട്ടാവും എന്നവൾ വിശ്വസിച്ചു. പക്ഷെ ഞാൻ എത്ര നന്നായി കുളിച്ചിട്ട്, എത്ര തേച്ചൊരച്ച് കുളിച്ചിട്ടും എനിക്ക് I could not change my skin color. എൻ്റെ സ്കിൻ കളർ എനിക്ക് മാറ്റാൻ പറ്റിയില്ല. I could not shed my skin in the grey water. കുളിച്ച് ആ സോപ്പൊക്കെ തേച്ച് കുളിച്ചിട്ട് ആ വെള്ളം, നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ച വെള്ളം ഫുള്ളും ഗ്രേ കളറായി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ സ്കിൻ എനിക്ക് അവിടെ ഊരിയിടാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പാമ്പൊക്കെ അതിൻ്റെ സ്കിൻ ഷെഡ് ചെയ്യും അല്ലേ, അതുപോലെ ഷീ വാണ്ടഡ് ടു ഷെഡ് ദ ഡാർക്ക് കളർ ഓഫ് ഹെർ സ്കിൻ. ഷീ തോട്ട് ഇഫ് ഷീ bathed very hard, if she bathed a lot, then she will lose the dark color of her skin. She thought she could even shed her skin in the grey water, but that was not possible. എത്ര കുളിച്ചിട്ടും ശരീരത്തിൻ്റെ നിറം അവൾക്ക് മാറ്റാൻ പറ്റിയില്ല. When I was growing up, I felt dirty. I thought that God made white people clean, and no matter how much I bathed, I could not change. I could not shed my skin in the grey water. Next stanza. When I was growing up, I swore I would run away to purple mountains, houses by the sea with nothing over my head, with space to breathe, uncongested with yellow people, in an area called Chinatown, in an area I later learned was a ghetto, one of many hearts of Asian America. So when I was growing up, I swore to myself, I promised myself that I would run away from this place called Chinatown. ചൈനടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടും എന്ന് ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഐ സോർ ഇസ് എ പാസ്റ്റ് ടെൻസ് ഓഫ് സ്വെയർ വിച്ച് മീൻസ് പ്രോമിസ്. ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തു, ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക് കൊടുത്തു, ഈ ചൈനടൗൺ എന്ന് പറയുന്ന സ്ഥലം വിട്ട് ഞാൻ ഒരു നാൾ ഓടി രക്ഷപ്പെടും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ചൈനടൗൺ ഇസ് എ place that is congested with yellow people. It is crowded, congested. It is a narrow place, narrow streets ഒക്കെ ഉള്ള ചെറിയൊരു സ്ഥലമാണ്. അവിടെ നിറച്ച ആളുകളാണ്. ആൾക്കാരുടെ തിക്കും തിരക്കും ബഹളമൊക്കെ കാരണം ഭയങ്കര കൺജഷനാണ്, ഭയങ്കര തിക്കും തിരക്കുമാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺജസ്റ്റഡ് വിത്ത് യെല്ലോ പീപ്പിൾ.
അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ചൈന ടൗൺ. സോ ഐ വോണ്ട് ടു റൺ അവേ ടു എ പ്ലേസ് വിച്ച് ഇസ് അൺകൺജസ്റ്റഡ് വിത്ത് യെല്ലോ പീപ്പിൾ. ചൈന ടൗൺ പോലെ യെല്ലോ ആളുകളുടെ, അതായത് ഏഷ്യൻ ആളുകളുടെ തിക്കും തിരക്കും ബഹളവും ഇല്ലാത്ത ഒരു സ്ഥലം, അൺകൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഓടിപ്പോകണം. എങ്ങനത്തെ സ്ഥലമാണ്? ഐ വുഡ് റൺ അവേ ടു പേർപ്പിൾ മൗണ്ടൻസ്. ദീസ് ആർ ഹർ ഫാൻറ്റസീസ് വെൻ ഷീ ഈസ് ഗ്രോയിങ് അപ്പ്. ഈ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിട്ട് ഈ ഗെറ്റോ ആയ ചൈനീസുകാരെ താമസിക്കുന്ന ചൈന ടൗൺ എന്ന് പറയുന്ന സ്ലം പോലുള്ള ഏരിയയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പേർപ്പിൾ മൗണ്ടൻസ്, ദൂരെ കാണുന്ന മൗണ്ടൻസ് നമുക്ക് പേർപ്പിൾ കളറായി തോന്നും, അല്ലെങ്കിൽ വയലറ്റ് കളറായി തോന്നും. അങ്ങനെ വിദൂരതയിലുള്ള വിശാലമായ മൗണ്ടൻസിൽ എവിടെയെങ്കിലും പോയി താമസിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ഹൗസസ് ബൈ ദ സീ, അതാണ് വേറൊരാഗ്രഹം. കടലിൻ്റെ അടുത്തുള്ള വീടുകളിൽ താമസിക്കണം. അപ്പോൾ അവിടെ വളരെ വിശാലമായ കടലുണ്ട്, കടൽ കാറ്റുണ്ട്, അതെല്ലാം ഉണ്ടാവും. സോ ഷി വാണ്ടഡ് ടു ലിവ് ഇൻ എ പ്ലേസ് ദാറ്റ് വാസ് ഓപ്പൺ ആൻഡ് ഫ്രീ. ഹൗസസ് ബൈ ദ സീ വിത്ത് നത്തിങ് ഓവർ മൈ ഹെഡ്. ആകാശത്ത്, അതായത് ഒരുപാട് സാധനങ്ങളൊന്നും കവർ ചെയ്യുന്ന രീതിയിലല്ലാതെ ഒരു വീടുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തലയ്ക്ക് മുകളിൽ ആകാശം മാത്രം. അങ്ങനെ വളരെ ഫ്രീ ആയ ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കണം. വിത്ത് സ്പേസ് ടു ബ്രീത്ത്. അങ്ങനെ ഫ്രീ ആയ സ്ഥലത്ത് പോയാലേ എനിക്ക് സമാധാനമായി ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ശ്വാസം കിട്ടുള്ളൂ. ഇങ്ങനെ ഫുൾ തിക്കും തിരക്കും ബഹളമാകുമ്പോൾ എനിക്ക് ഐ ഫീൽ സഫക്കേറ്റഡ്, എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ബിക്കോസ് ഐ ലിവ് ഇൻ എ കൺജസ്റ്റഡ് ഏരിയ കോൾഡ് ചൈന ടൗൺ വിത്ത് ലോട്ട്സ് ഓഫ് യെല്ലോ പീപ്പിൾ അറൗണ്ട്. ഇൻ എൻ ഏരിയ ഐ ലേറ്റർ ലേൺഡ് വാസ് എ ഗെറ്റോ. അന്ന് എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വളർന്നു വന്ന ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലം ഒരു ഗെറ്റോ ആണ്. ഗെറ്റോ എന്ന് പറഞ്ഞാൽ ഒരു റേസിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം പെട്ട ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ വെള്ളക്കാരൊന്നും വന്ന് താമസിക്കില്ല, ഈ ചൈനീസ് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഗെറ്റോ ആണ് ചൈന ടൗൺ. അതുപോലെ ബ്ലാക്സിന് വേറെ ഗെറ്റോ ഉണ്ടാവും, ഓരോ എത്നിസിറ്റീസിന് അവരുടേതായിട്ടുള്ള ഗെറ്റോസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്ലം ആൻഡ് പീപ്പിൾ ഫ്രം ദോസ് regions live there, people from those communities live there, partly because it is cheap and they don't have any money, they can't afford to live in nice places, so they live in this little ghetto. Also because sometimes they are not given, they are not admitted into other areas. റിച്ച് ആയിട്ടുള്ള വൈറ്റ് ആളുകൾ താമസിക്കുന്ന കോളനികളിൽ അങ്ങനത്തെ ഏരിയാസിലേക്കൊന്നും ഇവരെ താമസിക്കാൻ, അങ്ങനത്തെ റെസിഡൻഷ്യൽ ഏരിയാസിലേക്ക് ഇവരെ ചെല്ലാൻ അനുവദിക്കുന്നുണ്ടാവില്ല. അതും ഒരു റീസണാണ്. മറ്റൊരു റീസൺ, ഇവർക്ക് അവിടെ ഒന്നും പോയി താമസിക്കാനുള്ള പൈസയില്ല, അതുകൊണ്ടും അവർ ഈ ഗെറ്റോയിൽ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗെറ്റോയിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൺജഷൻ ഉണ്ടായത് എന്ന് എനിക്ക് വളർന്നു വരുന്ന കുട്ടിയായിരിക്കുമ്പോൾ എനിക്കിത് അറിയില്ല. പിന്നീട് ലേറ്റർ ഐ ലേൺഡ്, വെൻ ഐ ഗ്രൂ അപ്പ്, I learned that I lived in a ghetto. I grew up in a ghetto called Chinatown. And then this is an interesting way in which she ends the stanza. She says, it was a ghetto, one of many hearts of Asian America. Chinatown was one of many hearts of Asian America. അപ്പോൾ ഈ പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ചൈന ടൗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരുമാതിരി എല്ലാ സിറ്റീസിലും ഒരു ചൈന ടൗൺ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഗെറ്റോസ്, they are many. ആൻഡ് ദീസ് ആർ ദ ഹാർട്ട്സ് ഓഫ് ഏഷ്യൻ അമേരിക്ക. അമേരിക്കയിലെ ഏഷ്യക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, അവരുടെ ജീവിതം തുടിക്കുന്ന സ്ഥലങ്ങളാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ദ ഹാർട്ട് ഓഫ് ഏഷ്യൻ അമേരിക്ക. അവരുടെ ഹാർട്ട് പോലെയാണ്, അവരുടെ കൾച്ചർ മുഴുവൻ അവിടെയാണ്. അവർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന, അവരുടെ ആക്ടിവിറ്റീസ് വളരെ ലൈവ്ലി ആയ സ്ഥലങ്ങളാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത്. ക്രൗഡഡ് ആണ്, കൺജസ്റ്റഡ് ആണ്, ഒക്കെ ശരിയാണ്, പക്ഷേ അവിടെയാണ് അവരുടെ കൾച്ചർ നിലനിൽക്കുന്നത്. അങ്ങനെ അമേരിക്കയിലെ ഏഷ്യക്കാരുടെ, അതാണ് ഏഷ്യൻ അമേരിക്ക എന്ന് പറയുന്നത്, ഏഷ്യൻ അമേരിക്കയുടെ ഹാർട്ട് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ചൈന ടൗൺ എന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ബട്ട് ലേറ്റർ ഐ ലേൺഡ്, വെൻ ഐ ഗ്രൂ അപ്പ് ഐ ലേൺഡ് ദാറ്റ് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് പ്ലേസ് ദാറ്റ് ഐ ഗ്രൂ അപ്പ് ഇൻ. അതുകൊണ്ട് വാട്ട് ഷീ മീൻസ് ഇസ് ദാറ്റ് വെൻ ഷീ വാസ് സ്മോൾ, വെൻ ഷീ വാസ് ഗ്രോയിങ് അപ്പ്, ഷീ നെവർ അപ്രീഷിയേറ്റഡ് ചൈന ടൗൺ, ഷീ നെവർ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൈന ടൗൺ ആസ് എ പ്ലേസ് വെയർ ചൈനീസ് കൾച്ചർ ഇസ് അലൈവ് ഇൻ അമേരിക്ക. But later when she grows up, when she became much older and when she became mature, she is able to accept it and she is able to see the beauty and the importance of Chinatown, and therefore she understands the beauty and importance of her own culture. Chinese culture inde thanne importance avalku manasilavan thodungi. So when I was growing up, I swore I would run away to purple mountains, houses by the sea with nothing over my head, with space to breathe, uncongested with yellow people, in an area called Chinatown,
in an area I later learned was a ghetto, one of many hearts of Asian America. And this is the last stanza of the poem. I know now that once I longed to be white. How many more ways, you ask? Haven't I told you enough? I know now that once I long to be white. ഈ പോയം സ്റ്റാർട്ട് ചെയ്തതും ഫസ്റ്റ് ആൻസറും ഇങ്ങനെയാണ്, ഐ നോ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ എനിക്കറിയാം ഒരു കാലത്ത് വെള്ളക്കാരിയാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് രണ്ട് ടെൻസ് ഫോംസ് കാണാം. ഐ നോ നൗ, ഇപ്പോൾ എനിക്കറിയാം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. വൺസ് ഐ ലോങ് ടു ബി വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വെള്ളക്കാരിയാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്. സോ ഇൻ ദിസ് സെൻറ്റൻസ് യു സീ ബോത്ത് ഓഫ് ദീസ്, വിച്ച് മീൻസ് ദാറ്റ് നൗ ഷീ റിയലൈസസ് ദാറ്റ് വാട്ട് ഷീ വാണ്ടഡ് ഇൻ ഹെർ ചൈൽഡ്ഹുഡ് വാസ് നോട്ട് കറക്റ്റ്. അന്ന് എൻ്റെ ആഗ്രഹം, അന്ന് എനിക്കുണ്ടായിരുന്ന ആഗ്രഹം വെള്ളക്കാരിയാവണമെന്നായിരുന്നു, പക്ഷേ അതിലൊരു പ്രോബ്ലം ഉണ്ട്, അത് തെറ്റായിരുന്നു എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹൗ മെനി മോർ വേസ് യു ആസ്ക്. അഗെയിൻ ഫസ്റ്റ് ആൻസർ തുടങ്ങിയത് ഹൗ യു ആസ്ക് ലെറ്റ് മീ ടെൽ യു ദ വേസ് എന്നാണ് പറഞ്ഞത്. എങ്ങനെ എന്തൊക്കെ രീതിയിലാണ് നിനക്ക് വെള്ളക്കാരിയാവാൻ നീ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ സ്റ്റാൻസയിലും ഓരോ രീതിയിൽ അവൾ വെള്ളക്കാരിയാവാൻ ആഗ്രഹിച്ചതിനെ പറ്റിയിട്ട് ഈ പോയത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി പോയം ഷി സേസ് ഇഫ് യു കീപ്പ് ആസ്കിങ് ഹൗ മെനി മോർ വേസ്, ഇനിയും കൂടുതൽ എന്നെക്കൊണ്ട് പറയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇനിയും എന്നോട് ചോദിക്കുകയാണ് അതെന്താ അതെങ്ങനെയാ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹാവൻറ്റ് ഐ ടോൾഡ് യു ഇനഫ്, ഇത്രയും ഞാൻ പറഞ്ഞതൊന്നും പോരെ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് വെള്ളക്കാരിയാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് എൻ്റെ മാത്രം കുഴപ്പമല്ല, എൻ്റെ ചൈനീസ് കമ്മ്യൂണിറ്റീൻ്റെ കുഴപ്പമല്ല, പക്ഷേ ചൈനക്കാരായി അമേരിക്കയിൽ ജീവിക്കുന്ന എന്നോട് ഈ സൊസൈറ്റി, ഈ സമൂഹം മുഴുവൻ പറഞ്ഞത് അതാണ്, ചൈനീസ് കൾച്ചർ ഇസ് നോട്ട് ഗുഡ്, അമേരിക്കൻ കൾച്ചർ ഇസ് ഗുഡ്. അതുപോലെ ചൈനീസ് ഗേൾസ് ആർ നോട്ട് ബ്യൂട്ടിഫുൾ, അമേരിക്കൻ ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ എല്ലാ രീതിയിലും അമേരിക്കയെയും അമേരിക്കക്കാരെയും അവരുടെ കൾച്ചറിനെയും മാത്രം ഉയർത്തി കാണിച്ച് എൻ്റെ സ്വന്തം കൾച്ചറിനെ മോശമായി കാണിച്ച് ആ സൊസൈറ്റിയാണ് എന്നെക്കൊണ്ടിത് ചെയ്യിപ്പിച്ചത്, എന്നെക്കൊണ്ട് വെള്ളക്കാരിയാവാൻ ആഗ്രഹിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്, ഹാവൻറ്റ് ഐ ടോൾഡ് യു ഇനഫ്? I know now that once I long to be white. How many more ways, you ask? Haven't I told you enough? So I hope this video lesson was useful for you. I hope പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. You can write and ask in Moodle, or you can comment under this video. Thank you.